നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ ആവേശമായി രാജൻ ജെ പല്ലൻ. മുതിർന്ന നേതാക്കളുടെ സ്മരണ പുതുക്കി പ്രചരണത്തിന് തുടക്കം. തൊഴിൽശാലകളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് കെ രാജൻ. മരോട്ടിച്ചാൽ പഴവള്ളം ഉന്നതി നിവാസികൾ നൽകിയ പരാതി മന്ത്രി കെ രാജന്റെ ഓഫീസിൽ ലഭിച്ചില്ലെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ആവേശമായി രാജൻ ജെ പല്ലൻ. മുതിർന്ന നേതാക്കളുടെ സ്മരണ പുതുക്കി ഇന്നത്തെ പ്രചരണത്തിന് തുടക്കം. തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ ആവേശകരമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് രാവിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപമായ മുരളി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇന്നത്തെ പര്യടനം ആരംഭിച്ചത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന നേതാക്കളുടെ സ്മരണ പുതുക്കുന്നത് തനിക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന CN ബാലകൃഷ്ണന്റെ വസതിയും അദ്ദേഹം സന്ദർശിച്ചു. CN ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും മുതിർന്ന നേതാക്കളുടെ വികസന കാഴ്ചപ്പാടുകൾ തൃശൂരിന്റെ നന്മയ്ക്കായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇന്ന് വൈകിട്ട് റോഡ് ഷോ DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച് കോർപ്പറേഷൻ ഓഫീസിന് സമീപം സമാപിക്കും. തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ എന്ന നിലയിൽ നഗരത്തിന്റെ മുക്കും മൂലയും അറിയാവുന്ന രാജൻ ജെ പല്ലന് വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് അറുതി വരുത്താൻ UDFന് മാത്രമേ സാധിക്കൂ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കുടുംബയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. കൂടാതെ പദയാത്രകളും സംഘടിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അപകടമുണ്ടാകും. നമുക്കറിയാം, ഞാൻ മേയറായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വികസനം എന്ന് എല്ലാ പത്രങ്ങളിലും, ശത്രുപത്രങ്ങളിൽ പോലും എഴുതുന്ന സാഹചര്യം ഉണ്ടായി, ശത്രുക്കൾ പോലും പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ നമുക്കറിയാം, 2016 നമ്മൾ ജയിച്ചില്ല, പുരുഷൻ കിട്ടിയില്ല, കോർപ്പറേഷൻ ഇത്ര വികസന പ്രവർത്തനം ചെയ്തിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു, വോട്ടാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, കഠിനാധ്വാനം ചെയ്യണം. അധ്വാനം തന്നെ ഞാൻ പറയാം, കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളുടെ കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്നതിന് മുന്നോടിയായി എന്നെയും പോളേട്ടിനെയും പ്രധാനപ്പെട്ട 2-3 പേരെ ചാലിശ്ശേരിയിലും AP രാജേഷിനെയൊക്കെ തറവിൽ വിളിച്ചുകൂട്ടി. തറവിൽ പറഞ്ഞു, ഈ പ്രാവശ്യം നമുക്ക് കോർപ്പറേഷൻ ഭരണം പിടിക്കണം, അതിന് സ്ഥാനാർത്ഥി നിർണയം മുതൽ നമുക്ക് ചുമതലയേറ്റെടുക്കണം എന്ന് പറഞ്ഞ് ചുമതലയേറ്റെടുത്തു. കൃത്യമായ തൊഴിൽശാലകളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് കെ രാജൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാജൻ ഇന്നലെ മണ്ഡലത്തിലെ വിവിധ തൊഴിൽശാലകളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് തൊഴിലാളികളെയും ജീവനക്കാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിന്ന സന്ദർശന പര്യടനത്തിൽ നിരവധി തൊഴിലിടങ്ങളിൽ അദ്ദേഹം എത്തി ജീവനക്കാരുമായി സൗഹൃദ സംഭാഷണം നടത്തി. വിവിധ ആരാധനാലയങ്ങളിലും കന്യാസ്ത്രീ സമൂഹ മഠങ്ങളിലും ഇന്നലെ സ്ഥാനാർത്ഥിയെ അവർ പൂക്കളും പഴങ്ങളും നൽകി ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും ജനപിന്തുണ ഉറപ്പാക്കണമെന്ന് സ്ഥാനാർത്ഥി അഭ്യർത്ഥിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങളും ജീവിത നിലവാരവും സംരക്ഷിക്കുന്ന സർക്കാരിന് 3ാം തവണയും തുടർച്ച ഉണ്ടാകാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ജനങ്ങളോട് നേരിട്ട് ചേർന്നു നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ സന്ദർശന പരിപാടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതു ഉണർവ് പകരുന്നതായിരുന്നു. സ്ഥാനാർത്ഥിയോടൊപ്പം LDF നേതാക്കളായ PD റജി, MS പ്രദീപ് കുമാർ, വർഗീസ് കണ്ടംകുളത്തി, പ്രസാദ് പാറേരി, കനിഷ്കൻ വല്ലൂർ, KV സജ്ജു, അതത് മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവരുണ്ടായി. മരോട്ടിച്ചാൽ പഴവള്ളം ഉന്നതി നിവാസികൾ നൽകിയ പരാതി മന്ത്രി കെ രാജന്റെ ഓഫീസിൽ ലഭിച്ചില്ലെന്ന് അധികൃതർ. ഹൈമാസ്റ്റ് വിളക്ക് മാറ്റി സ്ഥാപിക്കാനായി 2.5 മാസം മുൻപ് മരോട്ടിച്ചാൽ പഴവള്ളം ആദിവാസി ഉന്നതിയിലെ വീട്ടുകാർ നൽകിയ പരാതിയാണ് മന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞത്. പഴവള്ളം സ്വദേശി വിജോ കുരിശിങ്കൽ നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് ഈ മറുപടി ലഭിച്ചത്. MLA ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന ലൈറ്റിനു വേണ്ടി കണ്ടെത്തിയ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഉന്നതിയിലെയും പുത്തൂർ പഞ്ചായത്തിലെ 10-11 വാർഡുകളിലെ കുടുംബങ്ങളും ചേർന്ന് നൽകിയ പരാതിയാണ് മന്ത്രി കെ രാജന്റെ മണ്ണുത്തി ഓഫീസിൽ നൽകിയത്.
ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മുന്നിലാണ് വിളക്ക് സ്ഥാപിക്കുന്നതെന്നും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലെന്നും റോഡുകളുടെ സംഗമ സ്ഥലത്ത് സ്ഥാപിക്കണമെന്നുമായിരുന്നു വീട്ടുകാരുടെ ആവശ്യം. എന്നാൽ ഇങ്ങനെ ഒരു പരാതി ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നാണ് 2.5 മാസത്തിന് ശേഷം അധികൃതർ നൽകിയ മറുപടി എന്നാണ് വിവരാവകാശം നൽകിയ വിജോ പറഞ്ഞു. ഞങ്ങളുടെ പ്രദേശത്തെ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു മിനി ഹൈമാസ്റ്റ് സ്ഥാപിക്കാൻ തീരുമാനമുണ്ടായിരുന്നു. അത് ഞങ്ങൾ പൊതുജനത്തിന് യാതൊരുവിധ ഉപകാരമില്ലാത്ത സ്ഥലത്ത് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഞങ്ങളുടെ MLAക്ക് ഞങ്ങൾ ഈ പ്രദേശവാസികളെല്ലാവരും കൂടി ഒപ്പിട്ടുകൊണ്ടൊരു അപേക്ഷ നൽകുകയുണ്ടായി. ആ അപേക്ഷയിൽ നേരിട്ട് MLAയുടെ ഓഫീസിൽ സമർപ്പിക്കാനുണ്ടായത്. ഞങ്ങൾ എന്നിട്ട് നേരിട്ട് അന്വേഷിക്കുകയും ഫോണിൽ ബന്ധപ്പെട്ട് അന്വേഷിക്കുകയുണ്ടായി. യാതൊരുവിധ തൃപ്തികരമല്ലാത്ത മറുപടി ലഭിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു വിവരാവകാശം സമർപ്പിക്കുകയും ആ വിവരാവകാശ മറുപടിയിൽ ഞങ്ങൾക്ക് ലഭിച്ച മറുപടി ഞങ്ങൾ പ്രദേശത്തോട് സമർപ്പിച്ച അപേക്ഷ കാണുവാനില്ല എന്നുള്ളൊരു മറുപടി കത്താണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ചേർപ്പ് പാറക്കോവിൽ അതിഥി തൊഴിലാളിയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ പ്രതികളായ ഭാര്യയും കാമുകനും കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷാവിധി പ്രസ്താവിച്ചു. പ്രതികൾക്ക് ജീവപര്യന്തം തടവിന് പുറമെ 5 വർഷം തടവും 4 ലക്ഷം രൂപ വീതം പിഴയും വാടകയ്ക്ക് താമസിച്ചിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി മൻസൂർ മാലിക്കിനെ കൊലപ്പെടുത്തി വീട്ടുപറമ്പിൽ കുഴിച്ചുമൂടിയ കേസിൽ ഭാര്യയും കാമുകനും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. 1-ാം പ്രതി പശ്ചിമബംഗാൾ ഹുഗ്ലി സ്വദേശി ബീരു, 2-ാം പ്രതിയും മൻസൂർ മാലിക്കിന്റെ ഭാര്യയുമായ രേഷ്മ ബീവി എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജി കമനീസ് കെ കുറ്റക്കാരെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ പുത്തൂരിൽ പ്രചരണം ശക്തമാക്കി ഇടത് വലത് മുന്നണികൾ. ഇവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത്, LDF സ്ഥാനാർത്ഥി K രാജൻ എന്നിവരുടെ പ്രചരണമാണ് ശക്തമാക്കിയത്. മതിലുകളിൽ ചുവരെഴുത്ത് നടത്തിയും പോസ്റ്റർ പ്രചാരണവുമാണ് നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി K രാജൻ തുടർച്ചയായ 3-ാം തവണയാണ് മത്സര രംഗത്തുള്ളത്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്തിന് ഇത് കന്നി അംഗമാണ്. അതേസമയം BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാത്തതുമൂലം പല സ്ഥലങ്ങളിലും നിലവിൽ ചിഹ്നങ്ങൾ മാത്രമാണ് പതിപ്പിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് 3 മുന്നണികളും. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. ആര് വാഴും ആര് വീഴും എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. വടക്കാഞ്ചേരി ടൗണിലെ പുഴയ്ക്ക് കുറുകെയുള്ള പാലം വിസ്മൃതിയാകുന്നു. നഗരവികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതിനാണ് പഴയ പാലം പൊളിച്ച് പുനർനിർമ്മിക്കുന്നത്. പാലം പൊളിക്കുന്നതിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ജാക്ക് ഹാമർ ഉപയോഗിച്ച് പാലത്തിലെ കോൺക്രീറ്റ് പാളികൾ പൊളിക്കുന്ന പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 1 നൂറ്റാണ്ട് മുൻപേ ബ്രിട്ടീഷ് കാലത്തെ നിർമ്മിതിയാണ് ഓർമ്മയാകുന്നത്. ഗർഡറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലം ശോഷിച്ച് ദുർബലമായതിനെ തുടർന്ന് 50 വർഷം മുൻപ് മരാമത്ത് വകുപ്പ് പുതിയ പാലം നിർമ്മിച്ചതോടെ ഇതുവഴിയുള്ള സഞ്ചാരം നിരോധിച്ചിരുന്നു. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് നിലവിൽ ഉപയോഗിക്കുന്ന പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് കാലത്തെ പാലം പൊളിച്ചു നീക്കുന്നത്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയോട് ചേർന്നുള്ള പഴയ ഓട്ടുപാറ പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾക്കായി പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 5.16 കോടി രൂപയ്ക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചിട്ടുണ്ട്. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം, പാർശ്വ സംരക്ഷണ ഭിത്തി, റോഡ് സുരക്ഷാ പ്രവൃത്തികൾ എന്നീ നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CH കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. LPG പ്രതിസന്ധി. തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. കേരളത്തിൽ പാചകവാതക വിതരണം സ്തംഭിച്ചതോടെ പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകൾ രംഗത്തെത്തി. പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വരുന്ന തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിട്ട് സൂചനാ പണിമുടക്ക് നടത്താൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി നാളെ വിവിധ എണ്ണ കമ്പനികളുടെ ബോട്ട്ലിംഗ് പ്ലാന്റുകളിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും. സെൻട്രൽ സംസ്കൃത സർവകലാശാല ന്യൂഡൽഹി നടത്തിയ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഒളിമ്പ്യാഡിൽ ഭദ്ര S സ്വർണ്ണ മെഡൽ നേടി. ഗവൺമെന്റ് UP സ്കൂൾ വരടിയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അവണൂർ മുല്ലക്കൽ വീട്ടിൽ സുമേഷിന്റെയും അഡ്വക്കേറ്റ് ശുഭയുടെയും മകളാണ്. ശ്രീഭദ്ര വിദ്യാമന്ദിറിൽ റോബോട്ടിക്സ് എക്സ്പോ സംഘടിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകളിൽ പരിശീലനം കൊടുത്തുകൊണ്ട് കുട്ടികളെ ആധുനിക ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എക്സ്പോ സംഘടിപ്പിച്ചത്. നിർമ്മിത ബുദ്ധി വിവിധ മേഖലയിൽ മനുഷ്യനെ എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നതിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച വിവിധ റോബോട്ടിക്സ് യന്ത്രങ്ങളുടെ പ്രദർശനവും പരിപാടിയിൽ സംഘടിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ കുട്ടികളുടെ ക്രിയാത്മകതയിലൂടെ നിർമ്മിച്ച വീഡിയോ ഗെയിമുകളുടെയും പ്രൊജക്റ്റുകളുടെയും ഡോക്യുമെൻ്ററികളുടെയും പ്രകാശനവും ചടങ്ങിൽ ഉണ്ടായിരുന്നു. QR കോഡ് സ്കാനിങ്ങിലൂടെ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ KK രാജേഷ് ഡിജിറ്റൽ ലോഞ്ചിംഗ് ബട്ടൺ ഉപയോഗിച്ച് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വൈസ് ചെയർമാൻ ജയപ്രകാശ് MG, സ്കൂൾ ട്രഷറർ ചന്ദ്രൻ VK, സ്കൂൾ പ്രിൻസിപ്പൽ ജയ K എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചടങ്ങിൽ സ്കൂൾ PTA ഭാരവാഹികളും രക്ഷിതാക്കളും പങ്കെടുത്തു. റോഡിൽ നായ ചത്തുകിടന്നത് 6 മണിക്കൂർ. ഒടുവിൽ രാത്രി 10 മണിയോടെ പ്രദേശവാസികൾ നായയെ കുഴിച്ചുമൂടി. വിളിച്ചു പറഞ്ഞിട്ടും പഞ്ചായത്തംഗം ഇടപെട്ടില്ലെന്നും പരാതി.
പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തെക്കുംപാടം സെന്ററിൽ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടുകൂടി അപകടത്തിൽപ്പെട്ട് നായ ചത്ത് റോഡിൽ കിടന്നത് 6 മണിക്കൂർ. ഒടുവിൽ പ്രദേശത്തെ CPM ബ്രാഞ്ച് സെക്രട്ടറി സനോജിന്റെ നേതൃത്വത്തിലുള്ള പ്രദേശവാസികൾ രാത്രി 10:30 നായയെ കുഴിച്ചുമൂടി. പ്രദേശത്തെ പഞ്ചായത്ത് അംഗത്തെ വിളിച്ചു പറഞ്ഞിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് രാത്രി വൈകിയും നായയെ കുഴിച്ചുമൂടിയതെന്ന് സനോജ് പറഞ്ഞു. ചാലക്കുടിയിൽ പൂട്ടിക്കിടന്ന തിയേറ്റർ തകർത്ത് മോഷണം. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ പ്രതി റിമാൻഡിൽ. ചാലക്കുടി നഗരത്തിലെ പൂട്ടിക്കിടക്കുന്ന ഐനിക്കൽ തിയേറ്ററിൽ അതിക്രമിച്ചു കയറി ലക്ഷക്കണക്കിന് രൂപയുടെ അലൂമിനിയം സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 44 വയസ്സുള്ള മുഹമ്മദ് സലീമാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ചാലക്കുടി നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന തിയേറ്ററിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയ പ്രതി അവിടെയുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപയോളം വില വരുന്ന അലൂമിനിയം ഗ്ലാസ് വർക്കുകൾ നശിപ്പിച്ചു. തുടർന്ന് ഇതിലെ അലൂമിനിയം ചാനലുകൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തകളിലേക്ക്. UDFന്റെ പ്രചാരണ ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി UDF സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ തകർത്തു. പട്ടിക്കാട് സെന്ററിലും പഞ്ചായത്ത് പരിസരത്തും സ്ഥാപിച്ച UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്തിന്റെ ബോർഡുകളാണ് നശിപ്പിച്ചത്. ഇന്നലെ രാത്രിയാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. രാവിലെയാണ് ബോർഡുകൾ തകർത്ത നിലയിൽ കാണപ്പെട്ടതെന്നും UDF നേതാക്കൾ പറഞ്ഞു. ബന്ധുമിത്രാദികളെ തേടുന്നു. പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പേരും വിലാസവും തിരിച്ചറിയാത്ത 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷനെ പട്ടിക്കാട് പാണഞ്ചേരിയിലുള്ള KVH സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന സ്ഥാപനത്തിന് മുൻവശം അവശ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. മരിച്ച വ്യക്തിയെക്കുറിച്ചോ ബന്ധുക്കളെക്കുറിച്ചോ എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 0487 2284 040 9497 947200 8547 188195 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 8,85,000 രൂപയുടെ ജോബ് വിസ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ചെന്നൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച്
8,85,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന തമിഴ്നാട് ഈറോഡ് സ്വദേശിയായ ശങ്കർ ഗണേഷ് എന്നയാളെയാണ് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് ഈറോഡ് സ്വദേശിയായ ശങ്കർ ഗണേഷ് ആണ് അറസ്റ്റിലായത്. 2023 കൊറ്റനല്ലൂർ തുമ്പൂർ സ്വദേശിക്ക് UK വിസയും ജോലിയും ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 8,85,000 രൂപ വാങ്ങിയ ശേഷം വിസയോ ജോലിയോ ശരിയാക്കി നൽകുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയതിനാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ആവേശമായി രാജൻ ജെ. മുതിർന്ന നേതാക്കളുടെ സ്മരണ പുതുക്കി പ്രചരണത്തിന് തുടക്കം. തൊഴിൽശാലകളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് കെ. രാജൻ. മരോട്ടിച്ചാൽ പഴവള്ളം ഉന്നതി നിവാസികൾ നൽകിയ പരാതി മന്ത്രി കെ. രാജന്റെ ഓഫീസിൽ ലഭിച്ചില്ലെന്ന് അധികൃതർ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.